മുത്തശ്ശിയും സഹോദരനുമടക്കം സ്വന്തം കുടുംബത്തിലെ 5 പേരെയാണ് 23 വയസ്സ് മാത്രം പ്രായമുള്ള യുവാവ് കൊല്ലപ്പെട്ടത് മുത്തശ്ശിയായിട്ടുള്ള സൽമ ബീവി, സഹോദരൻ അഫ്സാൻ, പിതാവിന്റെ സഹോദരൻ ലത്തീഫ്, ഭാര്യയായിട്ടുള്ള ഷാഹിദ, ഫർസാന, അത് അഫാന്റെ കാമുകി എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഫർസാന എന്നിവരാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. ഫർസാന അഫാന്റെ പെൺസുഹൃത്താണ് എന്ന രീതിയിലുള്ള സംശയമൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. പ്രദേശവാസികളടക്കം തരം പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അക്കാര്യത്തിലൊക്കെ തികച്ചും വ്യക്തമായിട്ടുള്ളൊരു സ്ഥിരീകരണം എത്തേണ്ട ഒരു ഘട്ടം കൂടിയുണ്ട്. എന്താണ് ഈ ഒരു 5 കൊലപാതകത്തിനുമുള്ള പ്രാഥമികമായിട്ടുള്ള ഒരു കാരണം എന്നൊരു കാരണത്തിലേക്കാണ് ഇനിയുള്ള അന്വേഷണം നീങ്ങാൻ പോകുന്നത്. കാരണം സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ആ ഒരു കാരണമാണ് പ്രതി അഫാൻ ഇത്തരത്തിലുള്ളൊരു അരുംകുലയിലേക്ക് നയിച്ചത് എന്നുള്ളൊരു മൊഴിയാണ് പ്രതി നൽകുന്നത്. എങ്കിൽ തന്നെയും അത്തരത്തിൽ ആ ഒരു കാരണത്തിൽ എന്താണ് ഒരു പ്രാഥമികമായിട്ടുള്ളൊരു നിഗമനം അല്ലെങ്കിൽ എന്താണ് കൊലയിലേക്ക് നയിച്ചത് എന്നുള്ളൊരു അന്വേഷണത്തിലാണ് പോലീസ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും പെരുമലയിൽ 3 പേരെയും, ചുള്ളാളത്ത് 2 പേരെയും, പാങ്ങോട്ട് ഒരാളെയുമാണ് പ്രതി ഇത്തരത്തിൽ മൃഗീയമായി കൊലപ്പെടുത്തിയത്. എസ്.എൻ. പുരത്ത് നിന്നും വിജിൻ വായന്തോടുകൂടി ചേരുകയാണ്. വിജിൻ, തുടരാം. എന്തായാലും ഈ അഫാൻ എത്തിയ രണ്ടാമത്തെ സ്ഥലമാണ് ഈ ചുള്ളാളം എന്ന് പറയുന്ന സ്ഥലം. ഇവിടത്തേക്ക് എത്തിയാണ് രണ്ടാമത് ആയി, അതായത് ആദ്യം മുത്തശ്ശിയെ കൊലപ്പെടുത്തിയ ശേഷം ഇങ്ങോട്ടെത്തിയാണ് കൊലപാതകം നടത്തിയത്. ഈ വീടിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഏകദേശം സാമ്പത്തികമായൊക്കെ അത്യാവശ്യം സ്റ്റേബിളായി ഇരിക്കുന്ന കുടുംബമാണ്. ഈ ഇവിടെ ഉണ്ടായിരുന്ന ലത്തീഫ് എന്ന് പറയുന്ന ഈ അഫാൻ്റെ അച്ഛൻ്റെ സഹോദരൻ, അയാൾ CRPF ഉദ്യോഗസ്ഥനായിരുന്നു. ഒപ്പം തന്നെ ഭാര്യ 59 വയസ്സുള്ള ആളായിരുന്നു ഷാഹിദ. അങ്ങനെ ഈ രണ്ടാമത്തെ ഇവിടത്തേക്ക് എത്തി, അതായത് എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക പ്രയാസം കുടുംബത്തിന് ഉള്ളതുമായി ബന്ധപ്പെട്ടാണ് കൊലപാതകം നടത്തിയതെങ്കിൽ ഈ ബന്ധുക്കളെയൊക്കെ എന്തിനാണ് കൊലപ്പെടുത്തിയത് എന്നുള്ള സംശയമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അങ്ങനെ തൻ്റെ അച്ഛനും അതുപോലെ തന്നെ തനിക്കും മറ്റ് വീട്ടിലുള്ള ആളുകൾക്കുമൊക്കെയാണ് ഇത്തരത്തിലുള്ളൊരു സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉള്ളതെങ്കിലും ഈ അച്ഛൻ്റെ സഹോദരനെ ഉൾപ്പെടെ കൊലപ്പെടുത്താൻ എത്തിയത് എന്തിനാണ് എന്ന സംശയമാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. എന്തായാലും പോലീസ് ഉദ്യോഗസ്ഥരും വീട്ടുകാരും നാട്ടുകാരുമൊക്കെ ഇവിടെ നിൽക്കുകയാണ്. ഈ അഫാൻ അധികമായി ആളുകളോടൊന്നും സംസാരിക്കുന്ന ആളായിരുന്നില്ല എന്നുള്ളതാണ് അഫാൻ്റെ വീടിനടുത്തു നിന്നുള്ള വിവരങ്ങളൊക്കെ നേരത്തെ തന്നെ ലഭ്യമായത്. ഇത്തരത്തിൽ കൊലപാതകത്തിലേക്ക് ഏതെങ്കിലും തരത്തിലൊരു മാനസിക സംഘർഷത്തിൻ്റെയൊക്കെ ഭാഗമായി കൊലപാതകത്തിലേക്ക് എത്തിയതാകാം എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കുടുംബത്തിനെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ളൊരു നിലയിലേക്ക് എത്തിയത് എങ്ങനെയാണ് എന്നുള്ളതാണ് സംശയമായി ഇപ്പോഴും ബാക്കിയാകുന്നത്. എന്തായാലും അതിനുള്ള ആ ദുരൂഹത നീക്കാനുള്ള ശ്രമത്തിൽ തന്നെയാണ് നിലവിൽ പോലീസ് ഇപ്പോൾ ഉള്ളത്. അഫാൻ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ വിഷം കഴിച്ചു എന്നാണ് പോലീസ് സ്റ്റേഷനിലെത്തി ഇയാൾ പോലീസിനോട് പറയുകയും ചെയ്തത്. എന്തായാലും അച്ഛൻ ഗൾഫിലാണ്. അച്ഛൻ ഈ വിവരം അറിഞ്ഞതിൻ്റെ നടുക്കത്തിലാണ് നിലവിൽ ഉള്ളത്. അമ്മ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ക്യാൻസർ രോഗിയായി ചികിത്സയിലായിരുന്നു അമ്മ. ഈ അമ്മ പക്ഷേ കൊല്ലപ്പെട്ടില്ല. അമ്മയെയും കൊലപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തിയത്. അതാണ് അഫ്സാൻ പോലീസ് സ്റ്റേഷനിലെത്തി പറഞ്ഞത്. താൻ 6 പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. പക്ഷേ ഉമ്മ മരണപ്പെട്ടിട്ടില്ല എന്ന് അഫാന് അറിയില്ലായിരുന്നു. എന്തായാലും അനിയനെ ഭക്ഷണം ഉൾപ്പെടെ വാങ്ങിച്ചു കൊടുത്ത ശേഷമാണ് ചേട്ടൻ വീട്ടിലേക്ക് എത്തും എന്ന് അയൽവാസികളോട് ഒക്കെ പറഞ്ഞിരുന്നു. സ്കൂൾ വിദ്യാർത്ഥിയാണ്, അതുകൊണ്ട് തന്നെ ചേട്ടൻ വരും എന്ന് പറഞ്ഞതിന് ശേഷം ആ ചേട്ടൻ്റെ കൂടെ പോയതിന് ശേഷമാണ് വീട്ടിലെത്തി ഈ അനിയനെയും അഫ്സാനെയും കൊലപ്പെടുത്തുന്നത്. അത്തരത്തിൽ ഇങ്ങനെ ഏത് രീതിയിൽ ഒരു 23-കാരന് ഇത്രയും നിഷ്ഠൂരമായ കൊലപാതകങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ആശങ്കയും അതുപോലെ തന്നെ വലിയ തരത്തിലുള്ള ഭയപ്പാടിലുമാണ് നാട്ടുകാരൊക്കെ ഉള്ളത്. ഈ പ്രദേശം എന്ന് പറയുന്നത്, ഈ ചുള്ളാളം എന്ന് പറയുന്ന പ്രദേശം അടുത്ത് അധിക വീടുകളൊന്നും ഇല്ലാത്ത പ്രദേശമാണ്. പക്ഷേ അത്യാവശ്യം വീട്ടിൽ കാറുണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം സാമ്പത്തികമായൊക്കെ ഭദ്രതയുള്ളൊരു കുടുംബം തന്നെയാണ് ഇവരുടെ. ഏത് തരത്തിലാണ് ഈ സാമ്പത്തിക പ്രയാസത്തിലേക്കോ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കോ ഒക്കെ അഫാനും കുടുംബവും എത്തിയത് എന്നുള്ളതൊക്കെ ഇനി പോലീസ് തന്നെയാണ് വ്യക്തമാക്കേണ്ടത്. അതിന് ഉമ്മയുടെ ഒക്കെ മൊഴി രേഖപ്പെടുത്തിയാലായിരിക്കും ചിലപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ ലഭിക്കാൻ കഴിയുക. പക്ഷേ അത് നിലവിൽ സാധ്യമല്ലാത്ത അവസ്ഥയാണ്. അമ്മയും ഗുരുതരമായ അവസ്ഥയിൽ തന്നെ നിലവിൽ ചികിത്സയിലാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇതിൻ്റെ ദുരൂഹത നീക്കാൻ കഴിയും എന്നുള്ള ഊർജിതമായ ഒരു ശ്രമത്തിൽ തന്നെയാണ് നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥർ ഉള്ളത്. അഫാനിൽ നിന്ന് കൂടുതൽ മൊഴി രേഖപ്പെടുത്തേണ്ടിയിരിക്കുന്നു. ഒപ്പം തന്നെ മറ്റ് കുടുംബാംഗങ്ങളിൽ നിന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയേണ്ടിയൊക്കെ ഇരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇങ്ങനെ ഒരു കൂട്ടക്കൊലപാതകത്തിലേക്കൊക്കെ എത്തിച്ചേർന്നത് എന്നുള്ളത് ദുരൂഹത നീക്കാനുണ്ട്. എന്തായാലും ഈ അഫാന് ഇക്കാര്യത്തിൽ കൊലപാതകം നടത്തി ഇതിന് ശേഷവും ഒരു കൂസലുമില്ലാതെയായിരുന്നു ഓട്ടോ വിളിച്ച് ഇയാൾ
വീട്ടിലേക്ക് ഓട്ടോ വിളിച്ചു വരുത്തുന്നു. ഓട്ടോയിൽ കയറി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ഒന്നും ഇയാൾക്ക് ഇത്രയും ഒരു കൊലപാതകം നടത്തിയതിൻ്റെ ഒരു മാനസിക പ്രയാസം പോലും ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഒരു സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. അയാൾ പോലീസ് സ്റ്റേഷനിലെത്തിയ ശേഷം പോലീസിൻ്റെ ഫ്രണ്ടിലിരുന്ന പാറാവുകാരനായ പോലീസുകാരോട് താനൊരു 6 കൊലപാതകം നടത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ പോലീസ് ആ ഘട്ടത്തിൽ അത് വിശ്വസിച്ചിരുന്നില്ല. ഏതെങ്കിലും മാനസിക അസ്വാസ്ഥ്യത്തിൻ്റെ ഭാഗമായി വന്ന് ഇത്തരത്തിൽ പറയുന്നതാണ് എന്നായിരുന്നു പോലീസിന് അത്തരത്തിൽ ഒരു സംശയമായിരുന്നു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് താൻ കൊല നടത്തിയതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരോട് പറയുന്നു. അങ്ങനെ കൂടുതൽ വിവരങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് പോലീസിന് ഇതിലൊരു കൂടുതൽ സംശയത്തിലേക്കൊക്കെ നയിക്കുന്നത്. അങ്ങനെ 3 ടീമായി തിരിഞ്ഞ് 3 പ്രദേശത്തേക്കും പോലീസ് ഉദ്യോഗസ്ഥരെ അയക്കുന്നു. അങ്ങനെ പോലീസ് നടത്തിയ തിരച്ചിലാണ് സ്വന്തം വീട്ടിലും ഒപ്പം തന്നെ അമ്മൂമ്മ താമസിക്കുന്ന വീട്ടിലും ഇപ്പോൾ ചുള്ളാളത്തിൽ ഇരിക്കുന്ന ഈ വീട്ടിലുമൊക്കെ കൊലപാതകം നടത്തിയതായുള്ള വിവരം പോലീസിന് വ്യക്തമാകുന്നത്. ഈ കുടുംബ വീട്ടിൽ ഇവർ താമസിച്ചിരുന്ന വീട്ടിൽ പോലീസ് വാതിൽ കുത്തി തുറന്നാണ് അകത്ത് കയറിയത്. വാതിൽ അടച്ചു പൂട്ടിയ ശേഷം അവിടെ ഗ്യാസ് സിലിണ്ടർ ഓൺ ചെയ്തിട്ടിട്ടാണ് ഇയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് എന്ന് നേരത്തെ തന്നെ പോലീസിനും എടുത്തും അവർ പറഞ്ഞിരുന്നു. അപ്പോൾ പോലീസ് ഇക്കാര്യത്തിൽ ആദ്യമൊന്നും സംശയിച്ചിരുന്നില്ലെങ്കിലും പക്ഷേ അതിനകത്തേക്ക് കയറിയപ്പോൾ ഇത്തരത്തിൽ ഗ്യാസ് തുറന്നുവിട്ടതിൻ്റെ ഗന്ധമുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്തു പോലീസ്. അതിനുശേഷമാണ് ഓരോ മുറിയിലായുള്ള പരിശോധന നടത്തിയത്. അപ്പോഴാണ് ഈ പെൺകുട്ടി ഒരു അഫാൻ്റെ സുഹൃത്തായിട്ടുള്ള ഒരു പെൺകുട്ടിയെ കൂടി കണ്ടെത്തുന്നത്. കണ്ടെത്തി അവരെയും കൊലപ്പെടുത്തിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. 19 വയസ്സ് മാത്രം പ്രായമുള്ള ആളാണ് ഈ പെൺ സുഹൃത്ത് എന്ന് പറയുന്നത്. അങ്ങനെ നിഷ്ഠൂരമായി ഏതൊക്കെ തരത്തിൽ ഒരു ക്രൂരത നടത്താൻ കഴിയുമോ അത്തരം ക്രൂരകൃത്യമാണ് ഈ അഫാൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഹേമറെടുത്ത് ചുറ്റികയെടുത്ത് തലക്കടിക്കുന്നു, ഒപ്പം തന്നെ കത്തിയെടുത്ത് കുത്തി കൊലപ്പെടുത്തുന്നു. അങ്ങനെ ഈ ലത്തീഫൊക്കെ ഒരു കസേരയിൽ ഇരുന്ന നിലയിലായിരുന്നു മരിച്ച് കിടക്കുന്നുണ്ടായിരുന്നത്. അദ്ദേഹത്തെ പിറകിൽ നിന്ന് തലക്കടിച്ച് കൊലപ്പെടുത്തിയ ശേഷം ആണ് ഈ അഫാൻ അടുത്തരത്തേക്ക് പോയത്, അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം തന്നെ ഈ ലത്തീഫിൻ്റെ ഭാര്യ ഷഫീദയും ഇങ്ങനെ തന്നെയാണ് കൊലപ്പെടുത്തിയത്. അങ്ങനെ ഈ 3 സ്ഥലങ്ങളിലും ഇത്തരത്തിൽ നിഷ്ഠൂരമായ ഒരു കൊലപാതകം നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസിന് പിന്നീട് വ്യക്തത വന്നത്. എന്തായാലും 10 മണിയോട് കൂടിയാണ് ഈ കൊലപാതക പരമ്പര ആരംഭിച്ചത് എന്നാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത്. അഫാൻ പറഞ്ഞത് ഉച്ചയ്ക്കാണ് എങ്കിലും പക്ഷേ അത് ഒരു 10 മണിയോട് കൂടി തന്നെ ഇത്തരത്തിൽ ഉള്ള നിഷ്ഠൂര കൊലപാതകം ആരംഭിച്ചിട്ടുണ്ടാകുമെന്നാണ് പോലീസ് ഇപ്പോൾ സംശയിക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു നാടിനെ പൂർണ്ണമായും ഒരുപക്ഷെ കേരളത്തെ പൂർണ്ണമായും നടുക്കിയ ഒരു കൊലപാതക പരമ്പര തന്നെയാണ്. ഒരുപക്ഷെ ഈ അടുത്ത കാലത്തായി ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ മാനസിക സംഘർഷത്തിൻ്റെ ഭാഗമായിട്ടുള്ള കൊലപാതകങ്ങളൊക്കെ അടുത്ത കാലത്തായി ഇങ്ങനെ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് കേരളത്തെ തീർച്ചയായും ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. എന്ത് തരത്തിലുള്ള മാനസിക നിലയിലേക്ക് ഒരു സമൂഹം മാറുന്നു, പ്രത്യേകിച്ച് യുവാക്കളൊക്കെ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യം നടത്താൻ ഒരു തരത്തിലുള്ള അറപ്പുമില്ലാതെ ഇത്തരം കൊലകൾ നടത്താനുള്ള ഒരു സാഹചര്യത്തിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് ഒക്കെയാണ് ഇപ്പോൾ ഒരു കേരളത്തിനെ ആകെ നടുക്കുന്ന നിലയിലേക്കുള്ള വാർത്തയായി വരുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഇൻക്വസ്റ്റ് നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കും എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. പോലീസ് അത്തരത്തിലുള്ള വിവരമാണ് നൽകുന്നത്. 3 CIമാരുടെ സംഘത്തിനാണ് ഇൻക്വസ്റ്റിൻ്റെ ഒക്കെ ചുമതല നൽകിയിട്ടുള്ളത്. പോലീസ് ഇക്കാര്യത്തിലുള്ള ദുരൂഹത പൂർണ്ണമായും നീക്കാനുള്ള എല്ലാ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അതിന് പോലീസിനൊരു പ്രതിസന്ധിയായി നിൽക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഒന്നുകിൽ അഫാൻ്റെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ ഇക്കാര്യത്തിൽ ലഭിക്കണം. എന്ത് കാരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു കൊലയിലേക്ക് എത്തിയത് എന്ന കാര്യം അഫാനിൽ നിന്ന് ലഭിക്കണം. അല്ലെങ്കിൽ അമ്മയുടെ മൊഴി എടുക്കണം. പക്ഷേ അമ്മ ഗുരുതരമായി പരിക്കേറ്റ് ഇപ്പോഴും ചികിത്സയിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മറ്റ് ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ ഒന്നും കൂടുതൽ വിവരങ്ങൾ ഈ അഫാനെ പറ്റിയും അറിയില്ല. കാരണം ഇവർ ഗൾഫിൽ ജോലി നോക്കി വരികയായിരുന്നു. ഒപ്പം തന്നെ കൂടുതൽ ആളുകളോടൊന്നും അങ്ങനെ ഒരു ഇടപഴകുന്ന സ്വഭാവക്കാരനായിരുന്നില്ല അഫാൻ എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ തൊട്ടടുത്ത് തന്നെ ബന്ധുക്കളൊക്കെ ഉണ്ട്. ഈ 10 മണിയോടുകൂടി കൊലപാതക പരമ്പര ആരംഭിച്ചിട്ടും മറ്റ് ബന്ധുക്കളോ ഒപ്പം തന്നെ നാട്ടുകാരോ ഒന്നും ഈ വിവരം അറിഞ്ഞില്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. കാരണം അങ്ങനെ ഒരു ബഹളമോ ഒന്നും കേട്ടതായി നാട്ടുകാരോ ബന്ധുക്കളോ ഒന്നും പറയുന്നുമില്ല. അങ്ങനെ ഈ ഏത് തരത്തിൽ ഇത്രയും ചുറ്റികയൊക്കെ ഉപയോഗപ്പെടുത്തി മാരകമായി തലക്കടിച്ചൊക്കെ കൊലപ്പെടുത്തുമ്പോൾ അതിൻ്റെ ബഹളമുണ്ടാകും, നിലവിളിയുണ്ടാകും. പക്ഷേ അതൊന്നും കേട്ടില്ല എന്നുള്ളതാണ് നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ പറയുന്നത്. ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണം ഒപ്പം തന്നെ നിലവിൽ പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് സംഘവും ഒക്കെ ഈ ചുള്ളാളത്തെ വീട്ടിലേക്ക് എത്തുകയാണ്. അവർ കൂടുതൽ പരിശോധനയിലേക്ക് കടക്കുകയാണ്. എന്തായാലും ഫോറൻസിക് പരിശോധന ഉൾപ്പെടെ ഈ വീട്ടിനകത്ത് നടത്തും. മറ്റാരുടെയെങ്കിലും സാന്നിധ്യമൊക്കെ
ഉണ്ടോ എന്ന കാര്യത്തിലൊക്കെ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ വിശദമായൊരു അന്വേഷണത്തിലേക്കാണ് നിലവിലിപ്പോൾ പോലീസ് കടന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇങ്ങനെയൊരു കൊലപാതക പരമ്പരയിലേക്ക്, നിഷ്ഠൂരമായ കൊലപാതക പരമ്പരയിലേക്ക് നയിച്ച കാരണം എന്താണ് എന്ന് കണ്ടെത്തുക തന്നെയാണ്. അതിനുള്ള ശ്രമമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ മൃതദേഹത്തിലുള്ള ഇൻക്വസ്റ്റ് നടപടികൾക്ക് ഒപ്പം ഫോറൻസിക് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ നിലവിൽ വീട്ടിനകത്തെത്തി അവർ വിശദമായ പരിശോധന നടത്തും. ഏതെങ്കിലും തരത്തിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ കൊലപാതകത്തിലേക്ക് നയിച്ച കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ കണ്ടെത്തി അത് പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ വിശദമായൊരു പരിശോധനയിലേക്ക് ഏകദേശം 5 അംഗ CIമാരുടെ സംഘത്തെയാണ് അന്വേഷണത്തിനായി നിയോഗിച്ചിരിക്കുന്നത്. അവരാണ് നിലവിൽ അന്വേഷണം ഊർജിതമായി നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ഇപ്പോൾ ഇന്നലെ വൈകിട്ടോടെ അറിഞ്ഞ കൊലപാതക വിവരം അറിഞ്ഞ് എത്തിയ നാട്ടുകാരൊക്കെയുണ്ട്. അവർക്കൊക്കെ എന്താണ് ഈ കാര്യത്തിലുള്ള ദുരൂഹത എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട്. അതിനുള്ള ഒരു ആകാംക്ഷയിലും ഒരു ഭയപ്പാടോടെയുള്ള നിൽക്കുന്ന കാഴ്ചയുമൊക്കെയാണ് ഈ സ്ഥലങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ പോലീസ് സ്വാഭാവികമായും കേരള പോലീസ് ഇങ്ങനെയുള്ള ദുരൂഹതകളൊക്കെ നീക്കാറുണ്ട്. നമുക്കറിയാം ബാലരാമപുരത്ത് കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പാണ് ഒരു പിഞ്ചു കുഞ്ഞിനെ കൊലപ്പെടുത്തിയത്. അതിനെ കൊലപാതകങ്ങളിലൊക്കെ പിടിക്കാനൊക്കെ കഴിഞ്ഞിരുന്നു. ഇക്കാര്യത്തിൽ കൊലപാതകം നടത്തിയ ആളിലേക്ക് എന്തായാലും പോലീസിന് കൂടുതൽ അന്വേഷണമൊന്നും നടത്തേണ്ട കാര്യമില്ല. കാരണം അയാൾ തന്നെ നേരിട്ട് പോലീസ് സ്റ്റേഷനിലെത്തി ഹാജരായി താൻ കൊലപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയുള്ളത് മറ്റാരുടെയെങ്കിലും സഹായമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള മോട്ടീവ് ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടോ? ഒന്നുകിൽ മാനസിക സംഘർഷത്തിൻ്റെ ഭാഗമായി ആണോ ഈ കൊലപാതകം നടത്തിയത്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പലതും ഉണ്ട് എന്ന് നിലവിൽ നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഈ ഒരു കൂട്ടക്കൊലയിലേക്ക് നയിച്ചത് എങ്ങനെ എന്നുള്ള കാര്യത്തിലുള്ള ദുരൂഹതയാണ് ഇനി നീക്കേണ്ടത്. അതാണിപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. ആ ദുരൂഹത നീക്കാനുള്ള ശ്രമമാണ് നിലവിൽ പോലീസിൻ്റെ ഭാഗത്ത് നടക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഈ ഒരു കൊലപാതകത്തിൻ്റെ ഞെട്ടലിൽ തന്നെയാണ് നാട്ടുകാരും ഓരോ സ്ഥലത്തുള്ള 3 പ്രദേശത്തെയും നാട്ടുകാരൊക്കെ ഉള്ളത്. അവർക്ക് ഇങ്ങനെയൊരു സാധാരണ കാണുന്ന ആളുകൾ ഇങ്ങനെയൊരു കൊലപാതകം നടക്കുമെന്ന് ഒന്നും അറിയില്ല. കാരണം ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഉണ്ടെങ്കിലും ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളാണ്. വീട്ടിൽ കാറൊക്കെയുള്ള സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടുകളൊന്നും പുറത്ത് അറിയാത്ത കുടുംബമാണ്. അവർ ഇങ്ങനെ സാധാരണ ജീവിതം നയിക്കുന്ന ആളുകൾ അവർ എങ്ങനെ ഈ കൊലപാതകത്തിലേക്ക്, അവരുടെ ഒരു കൂട്ട മരണത്തിലേക്കൊക്കെ എത്തി എന്നുള്ള കാര്യമാണ് നിലവിൽ ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന. നാട്ടുകാരും ആ ദുരൂഹത എന്താണ് എന്നുള്ളത് അറിയാനുള്ള ആകാംക്ഷയിലുമാണ്.